ഹായ് ഓൾ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോയിൽ എനിക്ക് വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. കുറേ വ്യൂസൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ആര്യ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഓവർലേ പോലെ സൈഡിൽ വെച്ചിരുന്നു. പക്ഷേ എനിക്കത് ട്രിം ചെയ്ത് കളയേണ്ടി വന്നു. കാരണം കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് അങ്ങനെ യൂട്യൂബിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു സജഷൻ ഉണ്ടായതുകൊണ്ടിട്ട് എനിക്കത് ട്രിം ചെയ്ത് കളയേണ്ടി വന്നു. അപ്പോൾ സോറി. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നു ആര്യ പറഞ്ഞ കുറച്ച് കൺവെർസേഷൻസ്. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ടിട്ട് ഏതെങ്കിലും കാരണവശാൽ ഇതേപോലെ എൻ്റെ ഇനി വരുന്ന വീഡിയോസും ഇതുപോലെ ട്രിം ചെയ്ത് കളയേണ്ടി വരികയാണെങ്കിൽ സോറി. ഞാൻ മാക്സിമം അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഫിറ്റ്നസ് ലവർ സുമി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും കാരണവശാൽ വീഡിയോയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പോർഷൻസോ ഡിലീറ്റ് ആയി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. ഞാൻ എന്തുകൊണ്ടിട്ടാണ് ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷി രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ ഉടൻപണം ആ ഒരു പ്രോഗ്രാമിലെ ചില എപ്പിസോഡ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു ടെലിവിഷൻ അവതാരിക എന്ന നിലയിലും റിയാലിറ്റി ഷോ ആങ്കറിങ് എന്നുള്ള നിലയിലും ഫിലിം സ്റ്റാർ എന്നുള്ള നിലയിലും ഒക്കെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ് മീനാക്ഷി രവീന്ദ്രൻ എന്ന് പറയുന്നത്. ഉടൻപണത്തിൽ ഞാൻ മീനാക്ഷിയെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലുപരി ഞാൻ പുള്ളിക്കാരി ശ്രദ്ധിച്ചിട്ടുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ചില ഡ്രസ്സിങ് ഒക്കെ വൈറലാവാറുണ്ട്. അപ്പോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ യൂട്യൂബിൽ തന്നെയുള്ള ന്യൂസ് ചാനലൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആ ഒരു വീഡിയോ ക്ലിപ്പ് വരികയും അതിനെക്കുറിച്ചൊക്കെ താഴെ ഒരുപാട് കമൻറ്റ്സ് വരികയും അതിനെക്കുറിച്ചൊക്കെ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളിലുള്ള ചിലർക്ക് നേരം വെളുത്തിട്ടില്ല. അവരിപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. കാലം മുമ്പോട്ടാണ് പോകുന്നത്. ആ കുട്ടിയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ചിലപ്പോൾ നാടൻ ഡ്രസ്സ് ഇടേണ്ടി വരും, ചിലപ്പോൾ മോഡേൺ ഡ്രസ്സ് ഇടേണ്ടി വരും. അത് അവരവരുടെ ഇഷ്ടമാണ്, അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടും കൂടി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോഴും അതിനെക്കുറിച്ചിട്ട് വിമർശിക്കുക, മോശമായിട്ട് പറയുക. ഇപ്പോഴും ഈ സദാചാരക്കാരും പാരമ്പര്യവാദികളൊക്കെ അവർക്ക് വേറൊരു പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ ഓരോരുത്തരുടെ ആ കുട്ടിയുടെ അവതരണം നമുക്ക് നോക്കാം, ആ കുട്ടിയുടെ കഴിവ് നോക്കാം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കാം. അതൊന്നും പറയാണ്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ച് മാത്രം എന്ത് ഡ്രസ്സ് ഇടുന്നു, എന്തോരം കണ്ട് നോക്കി നടക്കണം. ഇപ്പോഴും ഞരമ്പുകൾ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഗ്രീൻ കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ഞാൻ നോക്കിയിട്ട് സഭ്യമായ ഡ്രസ്സ് തന്നെയാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ ആ കുട്ടി എൻ്റർടൈൻമെൻറ്റ് വീഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ടിട്ട് തീർച്ചയായിട്ടും കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടേണ്ടി വരും. മറ്റുള്ള ഒരു ജോബിനേക്കാളും കൂടുതലുപരി ഈ ഒരു വർക്ക് മീഡിയയിൽ ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വളരെ സഭ്യമായ ഡ്രസ്സായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് കുറേ കമൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പേര് സഹിതം ആ കമൻസ് പറഞ്ഞിട്ട് അതിനുള്ളൊരു റിപ്ലൈ ഞാൻ ആദ്യം തരാം. ആദ്യത്തെ കമൻ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കമൻസാണ് ഞാൻ പറയുന്നത്. സജിത YK2UH ഇതിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ എന്ന്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്ക് എന്താ കുഴപ്പം? ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്താണ് വല്ല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്താണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പം? ആ മകളെ കൊണ്ട് അഭിമാനമാണ്. ഇത്രയും കഴിവുള്ള ഒരു മകള്, ഇൻകം ഇപ്പോഴും ഈ ചെറിയ പ്രായത്തിലും ഇൻകം ഉണ്ടാക്കുന്ന ഒരു മകള്, എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു മകള്. എന്താ കുട്ടിക്ക് കുഴപ്പം? എന്താണ്? ആ കുട്ടിയുടെ അച്ഛനമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ കൊണ്ട് അഭിമാനിക്കാം. എത്രയോ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലത്തെ ഒരു പൊസിഷനിലെങ്കിലും വന്ന് കിട്ടാനായിട്ട്, ഒരു TV-ലൊന്ന് മുഖം കാണാൻ. അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആങ്കറിങ്ങിലൊക്കെ വരാനും ഫിലിമിലൊക്കെ അഭിനയിക്കാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇത്രയെങ്കിലും ആ കുട്ടി എത്തിപ്പെട്ടില്ലേ? അതൊരു വലിയൊരു കാര്യമല്ലേ? അപ്പം ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം ആ മകളെ കൊണ്ട്. പിന്നെ വേറൊരു നിമി കമൽ 7512 എന്ത് ബോറാ, വീട്ടിൽ അമ്മയില്ലേ? ഓക്കെ, ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ അത് ബോറായിട്ട് തോന്നി. അതിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഓക്കെ, അമ്മയില്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തിരിക്കണം? ആ കുട്ടിക്ക് അച്ഛനും അമ്മയും എല്ലാവരും, അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാവരും ഉണ്ടാവും. അത് ഇവരത് ചോദിക്കണത് എന്തിനാണ്? അമ്മയും ആ കുട്ടിയും ആ കുട്ടി ഡ്രസ്സിങ് തമ്മിൽ എന്താ ബന്ധം? ആ കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തിന് ആ കുട്ടിയുടെ ഡ്രസ്സ് ധരിച്ചു, അതൊരു സഭ്യമല്ലാത്തൊരു വസ്ത്രവുമല്ല. പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം? അടുത്ത കമൻറ്റ്
@user W5EZ8MX4J ഒരു ഐഡിയുടെ തന്നെ കണ്ട തന്നെ അറിയാം അത് ഫേക്കായിട്ട് ഇത് പറയാൻ വേണ്ടി തന്നെ ഇട്ടേക്കണായിരുന്നു. കാണാൻ സ്റ്റൈലുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ കുട്ടിക്ക് സ്റ്റൈലിനൊരു കുഴപ്പം? നല്ല സ്റ്റൈലുണ്ട്, നല്ല മോഡേണായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല സ്റ്റൈലിലാണ് വാക്കിങ്ങും എല്ലാം, ഒരു കുഴപ്പമില്ല. പിന്നെ താങ്കളുടെ കാഴ്ചപ്പാടിൽ അത് സ്റ്റൈലല്ല എന്ന് തോന്നിയെങ്കിൽ അത് താങ്കളുടെ കാഴ്ചപ്പാടാണ്, അത്രയേ ഉള്ളൂ. അർജുൻ 441 ഇത് നഗ്നതാ പ്രദർശനമല്ലേ? ആണുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കിടക്കാൻ പറ്റും? നഗ്നതാ പ്രദർശനം അല്ലല്ലോ അവിടെ നടത്തിയത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടൊരു വസ്ത്രം ധരിച്ചു വന്നു, ഒരു മോഡേൺ വസ്ത്രം ധരിച്ചു വന്നു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ ആണുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കിടക്കാൻ പറ്റുമോ എന്ന് പറയാനായിട്ട് ആണുങ്ങൾ എത്ര പേര് ഷോർട്സ് ഇടുന്നവരുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, രാവിലെയൊക്കെ ഷോർട്സ് ഇട്ട് ഓടാൻ പോകുന്നതൊക്കെ. ആണുങ്ങൾ ഷോർട്സ് ഉണ്ടെങ്കിൽ ഷോർട്സ് ഇടട്ടെ, അതിനിപ്പോൾ എന്താ? ആണുങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കിടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആണുങ്ങൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് അവരും അവരുടേതായ രീതി വസ്ത്രധാരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വ്യക്തി എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന്, എന്ത് ഓർമ്മയും വെച്ചിട്ട് എന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, AM619 നോക്കുന്നതിൽ അല്ലേ തെറ്റ്? മാത്രം അല്ല, ഇതിലെ എന്ത് നഗ്നതാണ് നിങ്ങൾ കണ്ടത്? ഓക്കെ, ഒരാൾ പ്രതികരിച്ചിരിക്കുകയാണ് നോക്കുന്നതിലല്ലേ തെറ്റെന്ന്. അതായത് ഒരു സ്ത്രീ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ മോഡേണായിട്ട് വസ്ത്രം ധരിച്ചു, അല്ലെങ്കിൽ നാടനായിട്ട് വസ്ത്രം ധരിച്ചു, നമ്മളിങ്ങനെ ചൂഴ്ന്ന് എന്ത് വസ്ത്രമാണ്, നഗ്നത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യം തിരിക്കണം. അപ്പോൾ നോക്കുന്നതിലല്ലേ തെറ്റെന്ന് വെച്ചാൽ ആ നോക്കുന്ന കാഴ്ചപ്പാടിലല്ലേ തെറ്റെന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെന്ത് നഗ്നതാണ് നിങ്ങൾ കണ്ടതെന്നും പുള്ളി ചോദിച്ചിട്ടുണ്ട്, കറക്റ്റാണ്. പിന്നെ അനന്തം നായർ 994954 മിടുക്കി പെണ്ണാണ്, ഡ്രസ്സിങ് കൊണ്ട് കളഞ്ഞു കുളിച്ചു, ആ ഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാനും അറിയില്ല, മോശം തന്നെ. മിടുക്കി പെണ്ണാണ്, ഓക്കെ, നല്ല കാര്യം. ഡ്രസ്സിങ് കൊണ്ട് കളഞ്ഞ് കുളിച്ചു എന്നായിരിക്കും, കുളിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, കുളിച്ചു എന്നായിരിക്കും. എന്താ ഡ്രസ്സിങ് കൊണ്ട് എന്താ കുഴപ്പം? എന്ത് കളഞ്ഞ് കുളിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ആ ഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാനും അറിയില്ല, ഒരിക്കലുമില്ല. നല്ല രീതിയിലാണ് ആ കുട്ടി ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഇപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് തന്നെ ആ ഡ്രസ്സിൻ്റെ കുറേ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്തായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ്, സഭ്യമായിട്ട് തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മോശം തന്നെ. എന്ത് മോശം? നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കിയാൽ പോരെ. ഇനി സോഷ്യൽ മീഡിയ വന്നിട്ടൊരു പെൺകുട്ടിയെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്കൊരു വസ്ത്രം ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾക്ക് പറയാം. മറ്റുള്ള എല്ലാവരെയും നിങ്ങൾ സദാചാരം പഠിപ്പിക്കാനൊക്കെ നടക്കുന്നത് എന്തിനാ? അത് അവരവരുടെ ഇഷ്ടമല്ലേ വസ്ത്രധാരണം. പിന്നെ എന്നെ തള്ളണ്ട അമ്മാവ K.R. സാലിനി എന്ന് പറഞ്ഞിട്ടൊരു HI8PW എന്നെ തള്ളണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. ഇതിന് മാത്രമുള്ള തെറ്റെന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ തള്ളണ്ട അമ്മാവ, ഞാൻ നന്നാവൂല. ആ കുട്ടിയുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടും പ്രത്യേകിച്ചും ആ കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ചു, അതിനിപ്പോൾ എന്താണ് തെറ്റെന്താണ്? ആ കൊച്ച് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടുപിടിച്ചോ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയോ? ഒന്നുമില്ലല്ലോ. എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ വേറൊരാൾ ജ്യോതി അയ്യർ, അയ്യേ എന്ന്. ചെറിയ പിള്ളേരെന്തെങ്കിലും കണ്ടുകഴിയുമ്പോൾ അയ്യേ, നാണില്ലല്ലോ. പിന്നെ എന്താണ് സൈബർ ഡ്യൂട്ട് ഗെയിമിങ്, ഫേമസ് ആകാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ റീച്ച് കിട്ടാൻ എന്തൊക്കെ കാണണം. അല്ല, അതിപ്പോൾ ഡ്രസ്സിങ്, ഇപ്പോൾ ആ കുട്ടി അങ്ങനെ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പമെന്താ? ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ശ്രദ്ധിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി ഫേമസ് ആകാൻ വേണ്ടി ആ കുട്ടി ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടു, അതിനെന്താ കുഴപ്പമെന്താ? ആ കുട്ടി ഡ്രസ്സിങ്ങും മറ്റുള്ളവർ വാച്ച് ചെയ്യുന്നതാണ്, അതൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ്. എപ്പോഴും ചുരിദാറും മാത്രമിട്ട് അല്ലെങ്കിൽ പർദ്ദ മാത്രമിട്ട് ആ കുട്ടിക്ക് നടക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടാലേ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയുള്ളൂ, ആ കുട്ടിയുടെ പ്രൊഫഷനും വേണ്ടിയിട്ട് ഉയരാൻ പറ്റുള്ളൂ. എന്താണ് ആ ഡ്രസ്സിന് കുഴപ്പം? വളരെ മാന്യമായ രീതിയിലൊരു മോഡേൺ ആയിട്ടുള്ളൊരു വസ്ത്രം ധരിച്ചു, നിങ്ങളതിനെ തെറ്റായ കണ്ണോട് കാണുന്നതിലാണ് കുഴപ്പം. ആ കുട്ടി ആ വസ്ത്രം ഇട്ടതിലുള്ള കുഴപ്പം. നിങ്ങളത് ഗ്രഹിക്കുന്ന രീതി, നിങ്ങൾ ആ വേറൊരു രീതിയിൽ അതിനെ ചിന്തിക്കുന്നതാണ് കുഴപ്പം. മനസ്സിലായോ? അപ്പോൾ ഇതിനെക്കുറിച്ച് മീനാക്ഷി രവീന്ദ്രൻ ഒരു ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് ഒരാൾ ചോദിച്ചപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ, അതാണ് ഇവിടെ സ്ഥലം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫിലിമിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, തോൽവി FC മൂവി.
അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് മീനാക്ഷി രവീന്ദ്രൻ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. വിമർശനങ്ങളെ ഞാൻ കാര്യമൊക്കെ എടുക്കാറില്ല, നല്ല നേരിടുന്ന കാര്യമുള്ളൂ. നേരിടാൻ മാത്രം ഞാൻ അത്ര സീരിയസ് ആക്കിയൊന്നും എടുക്കാറില്ല. അത് വിമർശനങ്ങൾ ആർക്കാ ഇല്ലാത്തത്? ഇപ്പം എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കും വരെ വിമർശനം കേൾക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ. അവരെന്ന് പറഞ്ഞാലും ഇപ്പൊ അവരുടെ സിനിമകൾക്കും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ വരെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ തന്നെ വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോഴാണ് പിന്നെ എന്റെ കാര്യം ഞാൻ അങ്ങനെ വലിയ കാര്യം കൊടുക്കാറില്ല. അതാണ് പറയില്ല. പിന്നെ നമ്മള് ഈ ഒരു ഇത്രയും നമ്മുടെ ഫേസ് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതും കൂടെ നേരിടാൻ റെഡി ആയിരിക്കണം. എല്ലാവരും നല്ലത് എപ്പോഴും പറയണം എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. നല്ലത് പറയും, മോശം പറയും. നല്ലത് നല്ലതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കാം, മോശത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കാം. അത്രേ ഉള്ളൂ. അല്ലേ? നാട്ടിൽ പറയുന്ന കേൾക്കാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സ്വന്തം എന്താണ് ഇഷ്ടം അത് ചെയ്യാം. നമ്മള് അല്ലേ നമ്മളല്ലേ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് വേണം എന്ത് ചെയ്യണം എന്നൊക്കെ. അത്രേ ഉള്ളൂ. അത് കറക്റ്റായിട്ടുള്ളൊരു മറുപടിയാണ്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് കേൾക്കാതിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, എന്ത് ചെയ്യണേന് എന്ത് ഇടണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് നോക്കുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാർ പറഞ്ഞത്. കറക്റ്റായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ചില ബന്ധുക്കളെ തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരും കാണണമെങ്കിൽ കണ്ടോട്ടെ. എനിക്ക് ആ സമയത്ത് ഇത് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പറ്റിയില്ല, പക്ഷെ ഇപ്പോഴെങ്കിലും എനിക്കത് പറയണം. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കൂടി തന്നെ എനിക്കത് പറയണം എന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റും കൂടി ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കസിൻ ബ്രദർ, ഞങ്ങൾ ജസ്റ്റ് ഒരു കോമൺ ഒരു കൺവെർസേഷൻ ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ടായിട്ട് പറഞ്ഞു, സുമിയുടെ ഡ്രസ് കോഡ് ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഡ്രസ് കോഡ് മാറ്റണമെന്ന്. അപ്പോൾ എന്താണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഈ ജീൻസും ടോപ്പും ഇട്ട് നടക്കുന്നത് മാറ്റണം എന്നെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. അത് നമ്മുടെ പരിചയത്തിലുള്ള ഒരാളെന്നാണ് അത് പ്രത്യേകം ഓർക്കണം. ഒരാൾ പല സന്ദർഭങ്ങളിലും പലപ്പോഴായിട്ട് പലരോടും ഇങ്ങനെ പറയുന്നുണ്ട് എന്നെക്കുറിച്ച്, ഞാൻ ജീൻസും ടോപ്പിട്ട് റോട്ടിൽ കൂടി നടക്കുന്നു, മഹാവൃത്തികേടായിട്ടാണ് നടക്കുന്നത്, ബോയ്സ് എല്ലാവരും നോക്കുന്നു, അപ്പോൾ അതുകൊണ്ട് ആ ഡ്രസ് കോഡ് ഒന്ന് മാറ്റിക്കൂടെയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. എന്നിട്ട് എൻ്റെ അടുത്തൊരു ഉപദേശം പറയാണ്, നമ്മൾ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചല്ലേ വസ്ത്രധാരണം ചെയ്യേണ്ടത്, ചുരിദാറ വലുതൊക്കെ ഇട്ട് നടന്നൂടെ, എന്തിനാണ് ഈ ജീൻസും ടോപ്പൊക്കെ ഇട്ട് നടക്കുന്നതെന്ന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് അന്ന് പെട്ടെന്ന് നോക്കാം, അപ്പുറത്താണ് അവനോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രമേ ഞാൻ ഡ്രസ്സ് ചെയ്യൂ. അപ്പോഴും ഇവൻ പറയുന്നില്ല, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ സുമി വൃത്തികേടായിട്ട് വസ്ത്രധാരണം ചെയ്യുന്നത്, സുമിക്കത് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവന് ബഹുമാനിച്ചാനേ. ഇത് അവൻ കണ്ടെന്ന് അവൻ പറയണില്ല. ഒരു വ്യക്തി പലപ്പോഴായിട്ട് പല സന്ദർഭങ്ങളിൽ ഇരുന്ന് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, അതാരാണെന്ന് അവൻ പറഞ്ഞില്ല. അപ്പം ഞാൻ അവന് ഇങ്ങനെ ഒരു മറുപടിയാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം ഞാൻ അന്വേഷിച്ചു. പലരോടായിട്ടും പലപ്പോഴായിട്ടും പറയുമ്പോൾ മറ്റുള്ളവരോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാനിങ്ങനെ അന്വേഷിച്ചു, ഇങ്ങനെ ആരാണ് ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവരുടെ അടുത്ത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ആരാണ് പറയുന്നതെന്നുള്ള ആളാരാണെന്ന് കിട്ടി. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അതായത് ഇനി എൻ്റെ കാര്യം ഞാൻ പറയാം, അതിലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ജീൻസും ടോപ്പ് ഇട്ടല്ല ഡെയിലി റോട്ടിൽ കൂടി നടക്കുന്നത്. ഈ കുറ്റം പറയണവർ തിരുമ്മി തരും. എനിക്ക് ഡെയിലി ജീൻസും ടോപ്പ് ഇട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുമ്മി അത് അടക്കി എടുക്കാനായിട്ട് എന്ത് പാടാമെന്നറിയോ. ജീൻസും ടോപ്പും അല്ല ധരിക്കുന്നത്. ഞാൻ സാധാരണ കോമൺലി ധരിക്കുന്ന ഡ്രസ് കോഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടായിട്ട് പറയാം. ഞാൻ ധരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ പാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മുട്ടിന് താഴെയുള്ള കാർഗോസോ, പിന്നെ ലോങ് ടോപ്പ്, നല്ല ഇറക്കമുള്ള ടോപ്പ്. ഇതാണ് ഞാൻ കൂടുതലും ധരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രസ് കോഡ് ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് നടക്കാനുള്ള ഒരു കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ എനിക്കതാണ് കംഫർട്ടബിൾ. ഇപ്പം ഞാനൊരു കല്യാണ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ ഞാൻ ചുരിദാറോ സാരിയോ എടുക്കും. ഒരു ടൂറ് പോവുകയാണെങ്കിൽ ഞാൻ ജീൻസ് ഇടാറുണ്ട്. അപ്പോൾ ഡെയിലി ജീൻസും ടോപ്പ് ഇടുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഞാനത് ഇടാറില്ല. ഈ ചൂട് സമയത്തൊക്കെ ജീൻസും ടോപ്പ് ഇട്ട് അതൊക്കെ തീരുമാനമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഡെയിലി ഇടാറില്ല. അപ്പോൾ എന്ത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് തന്നെ കണ്ടിട്ടില്ല. ദൂരെ നോക്കിക്കഴിയുമ്പോൾ എന്തോ ഒരു പാൻറ്റ് പോലെ കണ്ടപ്പോൾ എന്തെങ്കിലും അപവാദം എന്നെക്കുറിച്ച് പറയണം. അത് ജീൻസും ടോപ്പും ഇട്ട് നടക്കുന്നതാക്കി പറഞ്ഞതാണ്. വളരെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിക്കും ഈ പാൻസും ടോപ്പിന് എന്താ കുഴപ്പം, അല്ലെങ്കിൽ ജീൻസും ടോപ്പിന് എന്താ കുഴപ്പം? ശരീരഭാഗങ്ങളൊക്കെ മറക്കുന്ന, അതും നല്ല ഇറക്കമുള്ള ടോപ്പ്, നല്ല കൈയുള്ള ടോപ്പ്, മുട്ടിന് താഴെയുള്ള ഡ്രസ്സിട്ടാണ് ഞാൻ നടന്നിരുന്നത്. അതിനിപ്പോൾ എന്താ ഒരു വൃത്തിയുടെ എന്താണ്? അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല കാരണം. ഇതിനൊക്കെ മുമ്പ് ചില വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും ഈ പുള്ളിയും തമ്മിലാണെങ്കിലും, പുള്ളിയുടെ ഫാമിലി ആയിട്ടാണെങ്കിലും, ഇപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ടാണെങ്കിലും ഇതിനു മുമ്പ് ചില വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മെക്കിട്ട് കയറാൻ വന്ന എൻ്റെ വായിരിക്കണായിരിക്കും. ചിലർ പറയാറുണ്ട്, അയ്യോ അവരുടെ പ്രായവും സ്ഥാനവും എങ്കിലും ഒന്ന് നോക്കണ്ടേ. ഞാൻ പറയുന്നത് ഇപ്പം നമ്മളുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും അവർ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണം നമ്മളോട് പെരുമാറാനും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവാണെങ്കിൽ സ്ഥാനത്ത് നിന്നുള്ള കടമകൾ നമ്മളോട് കാണിക്കണം. അതൊന്നുമില്ല, ഞാൻ ഇന്ന സ്ഥാനത്താണ്, എനിക്ക് ഇന്ന പ്രായം ഉണ്ടെന്ന് പറഞ്ഞ് ആരോട് എന്തും പറയാമെന്ന് വെച്ചാൽ അത് കേൾക്കാൻ മാത്രമല്ല നമ്മൾ, അല്ലെങ്കിൽ അത് കേൾക്കാൻ മാത്രമല്ല ഞാൻ. അപ്പം ഞാൻ പറയുന്നത് എന്ത് പ്രായമാണെങ്കിലും എന്ത് സ്ഥാനമാണെങ്കിലും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ മര്യാദക്ക് സംസാരിക്കുക. അവരുടെ മേത്തോട്ട് മെക്കിട്ട് കയറാൻ വന്നാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഞാൻ പ്രായ സ്ഥാനമൊന്നും നോക്കാറില്ല. എൻ്റെ അടുത്ത് മാന്യമായിട്ടല്ല സംസാരിക്കുന്നത്, പെരുമാറുന്നെങ്കിൽ ഞാനും അതനുസരിച്ച് ഞാനും നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു വൈരാഗ്യങ്ങളൊക്കെ ഉള്ളിൽ കിടന്നിട്ട് പിന്നെ ഞങ്ങൾ നല്ലോണം ജീവിക്കണോണ്ടുള്ള കണ്ണുകടി ഇതൊക്കെ കൊണ്ടിട്ടാണ് എന്തെങ്കിലും നേരെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ട് കിട്ടുമെന്നറിയാം. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് എന്നോട് പറയാറുന്നില്ലേ ഈ വസ്ത്രം മോശമാണ്, ഇങ്ങനെ ആൾക്കാരൊക്കെ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരാളാണ്, എന്നോട് വന്ന് പേഴ്സണലായിട്ട് പറയാമല്ലോ. അതല്ല ഏറ്റവും മാന്യത. ഈ ഡ്രസ്സ് ഇടുന്നത് വളരെ മോശമാണ്, അപ്പം അതുകൊണ്ടിട്ട് ഇനി ഇത് ഇടരുത്. കാരണം അങ്ങനൊരു സംഭവമേ ഇല്ല, അതുകൊണ്ട് വന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് പറയാം, എന്ത് മോശം രീതിയിലാണ് സുമി നടക്കുന്നത്, നിങ്ങൾക്ക് ഇതൊന്ന് ശ്രദ്ധിച്ചുകൂടെ. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് രഹസ്യമായിട്ട് പറയാം. ഇതൊന്നും ചെയ്യാണ്ട് ഒരു വ്യക്തി, അത് കുറച്ച് പേർക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട്, ഒരു വ്യക്തി പലപ്പോഴായിട്ട് പലരോടും പറയുന്നു. അപ്പോൾ അത് എന്നോടുള്ള വൈരാഗ്യം കൊണ്ടിട്ടല്ലേ, അത് തന്നെയാണ് കാര്യം. അതുകൊണ്ടിട്ടാണ് ഈ പറയണത്. അപ്പം ആ പറയുന്ന വ്യക്തിയെ തിരുത്തി കൊടുക്കേണ്ടതിന് പകരം കേൾക്കണവൻ അതും കേട്ട് വന്ന് എന്നോട് ഒന്ന് പറഞ്ഞേക്കണം. ഇലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ. ഇനി അത് കുഴപ്പമില്ല, ഇനി അവരുടെ ഒരു അഭിപ്രായത്തിൽ അവരങ്ങനെയാണ് എന്ന് തന്നെ വിചാരിക്കാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോയ്സ് ഒക്കെ നോക്കുന്നു എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞല്ലോ. അങ്ങനെ ഞാനിപ്പോൾ റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാ ബോയ്സ് തന്നെ നോക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അറിയാണ്ടിരിക്കുമോ? സ്ഥിരമായിട്ട് ഇപ്പോൾ നിങ്ങളാണെങ്കിലും റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും നിങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ മാത്രം നോക്കുന്നു അല്ലെങ്കിൽ ആണുങ്ങൾ മാത്രം നോക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അറിയാണ്ടിരിക്കുമോ? ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം ഇറങ്ങിയാൽ അറിയാണ്ടിരിക്കുമോ? നിങ്ങളത് അറിയൂലേ? വെറുതെ ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഞാൻ റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ബോയ്സ് തന്നെ നോക്കാറുള്ളൂ. ഓരോരുത്തരും റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ അവനോടേതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രാരാബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ നടക്കുന്നത്. സെലിബ്രിറ്റി ഒന്നും അല്ല റോട്ടിൽ കൂടി നടക്കുന്നത്. ഞാൻ പാൻസും ടോപ്പാണ് ഇടുന്നത്, ജീൻസും ടോപ്പാക്കി മാറ്റി. ജീൻസും ടോപ്പ് ഇടുമ്പോൾ എനിക്കിട്ട് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഏരിയയിലുള്ളവർക്കൊന്നും പ്രാന്തൊന്നുമില്ല. അയാൾക്ക് അമ്മമാർ ഒളിഞ്ഞു നോക്കണ സ്വഭാവമാണുള്ളത്. ഡ്രസ്സൊന്ന് മാറിക്കിടന്നാൽ അയാൾക്ക് ഒളിഞ്ഞു നോക്കി ശീലിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ തോന്നും. അത് അയാളുടെ മനസ്സിൻ്റെ വൈകല്യം കൊണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലുള്ള മൊത്തം ആണുങ്ങളെയൊന്നും ഒരു കുറ്റവും പറയാൻ നിൽക്കണ്ട. ഞാൻ ജനിച്ച് ഈ നിമിഷം വരെ എൻ്റെ വീടിൻ്റെ പരിസരത്തോളം അല്ലെങ്കിൽ എൻ്റെ ഏരിയയിൽ നിന്ന് ഒരു പുരുഷനിൽ നിന്ന് ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞാലേ ഒരു മോശം അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഏരിയയിലുള്ള പുരുഷന്മാരൊക്കെ അവരെ മോശക്കാരാക്കിയിട്ടാണ് പറയുന്നത്. ഒരു പെണ്ണൊരു വസ്ത്രം ധരിച്ച് അവരിക്കിട്ട് നോക്കിക്കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവരെ മോശക്കാരാക്കിയാണ് പറഞ്ഞത്. ഈ പറഞ്ഞവൻ്റെ ഞരമ്പ് രോഗത്തിനാണ് അടി കൊള്ളേണ്ടത്. ശരി, ഇങ്ങനെ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പറഞ്ഞതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു. കുറച്ച് വർഷങ്ങൾ, അധികം വർഷമൊന്നുമല്ല, കുറച്ച് ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ കല്യാണം കഴിച്ചു. ഇവൻ്റെ ഭാര്യ ജീൻസും ടോപ്പിട്ടാണ് നടക്കുന്നത്. അപ്പം ഈ എന്നോട് പറഞ്ഞവൻ എന്ത് തെണ്ടിയായിട്ടായിരിക്കണം? അവൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ജീൻസും ടോപ്പ് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, അത് ആണുങ്ങൾ നോക്കുന്ന വസ്ത്രമാണ്, വൃത്തിയായിട്ട വസ്ത്രമാണെന്നാണ് അവൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അതങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ അവനങ്ങനെ നടത്തരുത്. അവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. മറ്റുള്ളവരിടുമ്പോൾ മാത്രം അത് മോശം. അതെവിടെ തന്നെയായോ? ഈ പറഞ്ഞവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞ ദിവസം കൂടി ഊട്ടിപ്പോയ ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ നല്ല ഇറക്കമുള്ള ടോപ്പൊക്കെ ഇടുമ്പോൾ ഇത് ഈ സ്കിന്നി ജീൻസും ഇത്രയുള്ള ടോപ്പ് ഇട്ടാണ് ആ പെണ്ണ് നിൽക്കുന്നത്. അപ്പം ആ പെണ്ണ് സംസ്കാരം ബാധകമല്ലേ? അപ്പം ഇവനെന്താ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ ഭാര്യ സംസ്കാരം ഇല്ലാണ്ട് ആണുങ്ങൾ നോക്കുന്ന രീതിയിൽ ഇവരങ്ങനെയല്ലേ ഇതിനെ കണ്ടേക്കണം. ജീൻസും ടോപ്പിനും ആണുങ്ങൾ എൻ്റെ ഭാര്യനെ നോക്കണം, വൃത്തികേടായിട്ട് എൻ്റെ ഭാര്യ നടക്കണം, അത് വിചാരിച്ചിട്ടാണ് ഈ ഭാര്യനെ ഇടിപ്പിച്ചുകൊണ്ട് നടത്തിച്ചേക്കണത്. ഈ കുറ്റം പറഞ്ഞവൻ്റെ വീട്ടിൽ ഭാവിയിലിട്ട് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾ, അതായത് ഈ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെയാണ് അവരുടെ വീട്ടിൽ പിന്നീട് അവരും അവരുടെ കുടുംബാംഗങ്ങളും ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവർ ചെയ്യണതൊക്കെ ശരിയാണ്, മറ്റുള്ളവർ ചെയ്യണതൊക്കെ തെറ്റാണ്. ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ അവർ ചിന്തിക്കണം, ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ എന്ത് കാര്യം ചെയ്താലും അത് ശരിയാണ്, മറ്റുള്ളവർ എന്ത് ചെയ്താലും അത് തെറ്റാണ്. ഞങ്ങൾക്കത് ചെയ്യാം, അവർക്കത് ചെയ്യാൻ പാടില്ല. അതെവിടെ തന്നെയായോ? ഈ കുറ്റം പറഞ്ഞ ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ കാഴ്ചപ്പാടിൽ അത് മോശമാണ്. ഞാനൊരു വ്യക്തിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ സ്ത്രീകളെങ്കിലും അങ്ങനെ നടക്കരുതെന്നല്ലേ ചിന്തിക്കേണ്ടത്? നടക്കാൻ പോയാൽ തന്നെ അവർ തിരുത്തണം. അവർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. അവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇടുമ്പോൾ ജീൻസും ടോപ്പോ എന്ന് പറയുന്നത് മാന്യമായ സഭ്യമായ വസ്ത്രമാണ്. മറ്റുള്ളവർ ഇടുമ്പോൾ മാത്രം ചീത്ത. അതെവിടെ തന്നെയായോ? പിന്നെ എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ
പ്രാവശ്യം ഒരു ഫംഗ്ഷനിൽ വെച്ച് അന്ന് അവരുടെ പെൺകുട്ടികളൊക്കെ ചെറുതാണ്. എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ അനിയത്തി അപ്പോൾ ഒരു വെൽവെറ്റ് ആ സമയത്തൊരു വെൽവെറ്റ് ഡ്രസ്സ് ആ സമയത്ത് ഒരു ഫാഷനായിരുന്നു, ഒരു ഫ്രോക്ക്, അതായത് നല്ല ഇറക്കമുള്ള ഫുള്ളായിട്ടൊരു ഫ്രോക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ് അവൾ ആ ഫ്രോക്ക് ഇട്ടിട്ട് റോഡിലുള്ളവർ മുഴുവൻ അവളെ നോക്കണേന്ന്. അങ്ങനെ പറയേണ്ട കാര്യം എന്തിരിക്കണം? അതാ പറയുന്ന രീതി. എല്ലാവരും നോക്കുന്നുണ്ട്, ആ ഒരു നല്ല രീതിയിലല്ല പറയുന്നത്, അവളെല്ലാവരും നോക്കണം ആ ഒരു രീതിയിൽ പറയണം. ശരി, ഇനി അങ്ങനെ പറഞ്ഞെന്ന് തന്നെ ഇരിക്കാം. ഇവരുടെ മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ സ്ലീവ്ലെസ്, ഷോർട്സ്, ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കണം പല ഡ്രസ്സുകൊണ്ട് ഇട്ട് നടക്കണം. അപ്പം ഈ പറയുന്ന വസ്ത്രങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കാരണം അവരുടെ മക്കൾ ഇടാൻ തുടങ്ങിയല്ല. അപ്പം ഈ കുറ്റം പറഞ്ഞവരൊക്കെയാണ് പിന്നീട് ഇട്ട് നടക്കണം. അതെന്താണെന്ന് ഞാൻ ചോദിക്കണത്. അപ്പം അങ്ങനെയുള്ളവരെ കുറിച്ച് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ എന്താണ് സംസ്കാരത്തിന് വിരുദ്ധമായ വേഷം എന്ന് പറഞ്ഞാൽ എന്താ? ജീൻസും ടോപ്പ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്യമായിട്ട് ഒരാളോട് സംസാരിക്കുക, പെരുമാറുക, മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്യുക. അതിന് പ്രൈവറ്റ് പാർട്സ് ഒന്നും പുറത്ത് കാണുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ഇതല്ലാണ്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ. ജീൻസോ ഷോർട്സോ ഷോർട്ട് സ്കേർട്ടോ സാരിയോ ചുരിദാറോ. നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഈ കുറ്റം പറയുന്നവർക്ക് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മളതിനെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതാണ് തെറ്റ്. അത് ഡിഫേമേഷൻ കേസിൽ പെടും. ഒരു വ്യക്തിയെക്കുറിച്ച് അയാളെ ബോഡി ഷേമിങ് ചെയ്ത് അയാളെക്കുറിച്ച് മോശമായിട്ട് പറയുക, അയാളുടെ ശരീരപ്രകൃതി, അയാളുടെ കളർ, അയാളിടുന്ന വസ്ത്രം, ഇതിനൊക്കെ നമ്മൾ പ്രതിപാദിച്ച് മോശമായിട്ട് മറ്റുള്ളവരോട് പറയുക, സോഷ്യൽ മീഡിയയിൽ ഇടുക, കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ ഡിഫേമേഷൻ കേസിൽ പെടും. അറിയാമോ? ഇപ്പം എന്നെക്കുറിച്ച് ഒരു വ്യക്തി അതും ഇല്ലാത്തൊരു കാര്യം മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് മൊബൈലൊന്ന് റെക്കോർഡ് ചെയ്ത് ജസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ മതി. എനിക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അതിനുള്ള നടപടി എടുക്കാം. അങ്ങനെ എങ്ങനെ ഞാൻ കേസ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തുതരം കേസാണെങ്കിലും ഫോട്ടോ ഇട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വിവരം പറയും. ഡിഫേമേഷൻ അറിയാൻ പാടില്ലെങ്കിൽ പറഞ്ഞുതരാം. തെറ്റാണത് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ, ആ വ്യക്തിയെ ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞ് മോശമായിട്ട് പറയാനോ, നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാന്യമായിട്ട് പറയാം. അല്ലാണ്ട് മനഃപൂർവ്വം മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഡിഫേമേഷൻ കേസിൽ പെടും. ഇനി വസ്ത്രധാരണം കൊണ്ടിട്ടാണ് പീഡനം നടക്കുന്നതെന്ന് പറയുന്നവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഈ 1 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കുന്നതോ? ആ കുഞ്ഞ് എന്ത് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയിട്ടാണ്? പിന്നെ പ്രായമായ അമ്മൂമ്മമാരെ പീഡിപ്പിക്കുന്നത്? നമ്മുടെ പുറം രാജ്യങ്ങളെ പോലെ, വിദേശ രാജ്യങ്ങളെ പോലെയല്ല. നമ്മുടെ ഇവിടുത്തെ എത്ര അമ്മൂമ്മമാരാണ് ഷോർട്ട് സ്കേർട്ടൊക്കെ ഇട്ട് നടന്നിട്ടാണ് അവർ പീഡിപ്പിക്കുന്നത്. ലൈംഗിക വൈകൃതം കൊണ്ടിട്ടാണ്, അല്ലാണ്ട് വസ്ത്രം കൊണ്ടിട്ടല്ല ഒരു വ്യക്തിയെ പീഡിപ്പിക്കുന്നത്. അത് വളർന്ന സാഹചര്യത്തിൻ്റെയും അയാളുടെ വ്യക്തിത്വവും അയാൾ ചിന്തിക്കുന്ന കാഴ്ചപ്പാടും കൊണ്ടാണ് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത്, അല്ലാണ്ട് ഒരു സ്ത്രീയുടെ വസ്ത്രം ധരിച്ചിട്ടല്ല. ഇപ്പോൾ ഒരു സ്ത്രീ പർദ്ദയിട്ട് പോകാമെന്ന് തന്നെ വിചാരിക്കാം. ഈ ഞരമ്പ് രോഗമുള്ളവർക്ക് അവരിലും വൃത്തികേട് കാണാം. പർദ്ദയിട്ടു, എന്താണ് ശരീരഭാഗങ്ങളൊക്കെ എന്താണ് കുറിച്ച് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്, മോശമാണോ നല്ലതാണോ, ഇങ്ങനെ ചൂഴ്ന്നിങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിച്ചു. അപ്പം അതിലും വൃത്തികേട് കാണുന്നവർക്ക് വൃത്തികേട് കാണാം. ക്ലെവേജ് കാണുന്ന ഒരു ഡ്രസ്സ് ഇട്ടാലും പർദ്ദയിട്ട് ഒരു ഡ്രസ്സ് ഇട്ടാലും ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ ചൂഴ്ന്ന് നോക്കി കുറ്റം കണ്ടുപിടിക്കണമെങ്കിൽ കുറ്റം കണ്ടുപിടിക്കാം. അതല്ല, അത് അവരുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കണ്ട, അത്രയേ ഉള്ളൂ, അവിടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന ന്യായം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല, ആണുങ്ങൾ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടാവില്ല, പിന്നെ നീന്തൽ താരം ഉണ്ടാവില്ല, നീന്തൽ കോച്ച് ഉണ്ടാവില്ല, സ്പോർട്സ് കോച്ച്, ഇതൊന്നും ഉണ്ടാവത്തില്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ ചില കസിൻ സിസ്റ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ, ക്ലയൻസിൻ്റെ ആയിക്കോട്ടെ, ഡെലിവറിയൊക്കെ എടുത്തിരിക്കുന്നതിൽ ആണുങ്ങളും ഗൈനക്കോളജിസ്റ്റ് നോക്കുന്നുണ്ട് അവരെ. അപ്പോൾ അവർ ശരീരത്തിൻ്റെ ചില വസ്ത്രമല്ലല്ലോ, ശരീരത്തിൻ്റെ പ്രൈവറ്റ് പാർട്ട് വരെ അവർ കാണുന്നതാണ്. അവരത് വേറെ രീതിയിലും കാണുന്നില്ല, അവരവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അത് കാണുന്നത് എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ ചിന്തിക്കുന്നുണ്ടോ ഞാൻ അവളുടെ പ്രൈവറ്റ് പാർട്ട് കണ്ടോ അതുകൊണ്ട് ഞാൻ അവളെ പീഡിപ്പിച്ചേ അടങ്ങുള്ളൂ? അങ്ങനെ ഏത് ഡോക്ടർ ചിന്തിക്കുന്നുണ്ട്? അങ്ങനെ ചിന്തിക്കില്ല. ചിന്തിക്കുന്നവർ ഞരമ്പ് രോഗികളായിരിക്കും. എല്ലാ ഡോക്ടേഴ്സ് അങ്ങനെ ചിന്തിക്കുന്നവരാണോ? അവരവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് അത് കാണുന്നത്. അതേപോലെ എൻ്റെ വേറൊരു കസിൻ സിസ്റ്റർ ഒരു പ്രാവശ്യം ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് പോലെ കണ്ടു. അപ്പം നമ്മുടെ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ, മഹാരാജാസ് കോളേജിൻ്റെ അവിടെയുള്ള ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴാണ് അറിയണം അവിടെ ഡോക്ടറാണ് ഇരുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തടിപ്പുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ 2 നഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു, ലേഡീസ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു തൊട്ടപ്പുറത്തെ റൂമിൽ ജസ്റ്റ് അഴിച്ചിട്ടിരുന്നുള്ളൂ, ഞാൻ വന്ന് നോക്കാം. അപ്പോൾ പുള്ളിക്കാരിക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ നഴ്സുമാർ 2 പേര് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ശരിക്കും
ബ്രാ അഴിച്ചിട്ടാണ് ആ ഡോക്ടർ അത് പരിശോധിച്ചത്. ആ ബ്രസ്റ്റിൻ്റെ ആ ഇത് ശരീരത്തിൻ്റെ ആ ഒരു പാട്ടല്ലേ കണ്ടത്. എന്നിട്ട് എന്താണ് ആ ഡോക്ടർ ഈ സ്ത്രീയോട് അല്ലെങ്കിൽ എൻ്റെ കസിൻ സിസ്റ്ററോട് മോശമായിട്ട് സംസാരിച്ചോ, പെരുമാറിയോ? ഒന്നുമില്ല. ആ ഡോക്ടർ ചെക്ക് ചെയ്ത് 2 നഴ്സുമാർ അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ജോലിയുടെ ഭാഗമായിട്ടാണ് ആ ബ്രസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചെടി റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുമെന്നുള്ള പേടി കൊണ്ടിട്ടാണ് ഞാൻ ഓടിപ്പോയിട്ട് അത് ചെയ്തത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത് കൊഴുപ്പടിഞ്ഞതിൻ്റെ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ മാമോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അത് അൾട്രാസൗണ്ട് ചെയ്താൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ആ ഡോക്ടർ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഈ ഒരു ബ്രസ്റ്റ് പ്രൈവറ്റ് പാർട്ട് കംപ്ലീറ്റ് കണ്ടിട്ടാണ് അത് ചെക്ക് ചെയ്തത്. എന്നിട്ട് എന്താ കുഴപ്പം പറ്റി? ആ ഡോക്ടർ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു മോശമായിട്ടൊരു നോട്ടമായിട്ട് നോക്കിയില്ല. ആ ജോലിയുടെ ഭാഗമായിട്ടാണ് നോക്കി ടച്ച് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ എത്രയോ പേര് ആ ഡോക്ടർ നോക്കുന്നുണ്ടാവും. അവരെയൊക്കെ പോയി ഡോക്ടർ പീഡിപ്പിക്കാനാണ്. അപ്പം ഈ ശരീരഭാഗങ്ങൾ കണ്ടുകൊണ്ടിട്ടാണ് ഇങ്ങനെ വികാരം തോന്നുന്നത്, പീഡിപ്പിച്ച് പോകുന്നതെന്നൊക്കെ പറയുന്നത്. പിന്നെ വികാരം തോന്നുന്നു ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോഴോ ഒരു പാട്ട് കാണുമ്പോഴൊക്കെ ചിലപ്പോൾ മനുഷ്യ സഹജമായിട്ട് തോന്നിയെന്നിരിക്കാം. അതിൽ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. നമുക്ക് പല തോന്നലുകളും, ഒരു വ്യക്തിക്കും പല പല തോന്നലുകളും ഉണ്ടാവും. തോന്നലുകളുടെ പുറകെ പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതം പോകും. വികാരം കൊണ്ടല്ല ജീവിക്കേണ്ടത്, വിവേകം കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് കേട്ടിട്ടില്ലേ? ഒരു സ്ത്രീ ഒരു പ്രത്യേക ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ കാല് കെട്ടു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇനി അഥവാ എന്തെങ്കിലും വികാരം തോന്നിയാൽ തന്നെ നമ്മൾ ആ വികാരത്തിൻ്റെ പുറകെ പോകരുത്. നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കണ്ട, നമ്മൾ വിവേകം കൊണ്ട് ചിന്തിക്കുക. കാരണം ഇന്ത്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചു വന്ന പേരിൽ ഒരു സ്ത്രീയെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാലും കേസെടുക്കേണ്ടി വന്നാൽ നമ്മുടെ ഇന്ത്യയിൽ കേസെടുക്കാനുള്ള നിയമമുണ്ട്. വസ്ത്രം ധരിച്ചു പോയിട്ടാണ് ഞാൻ അങ്ങനെ ടച്ച് ചെയ്യുന്നത് കണ്ടെന്നൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ പെൺകുട്ടികളെ നിയമത്തിനൊന്നും മാറ്റാൻ നോക്കണ്ട. ഈ പുരുഷന്മാർ മാറിയാൽ മതി. അവർ പെൺകുട്ടികളെ ബഹുമാനിക്കുക, അവരിഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ. ഈ പറഞ്ഞവരുടെ അമ്മക്കുള്ളത് തന്നെയല്ല അവർക്കും ഉള്ളത്, സഹോദരിമാർക്കുള്ളത് തന്നെയല്ല അവർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ നോക്കണ്ട. അല്ലെങ്കിൽ ചൂഴ്ന്ന് ഇങ്ങനെ അനലൈസ് ചെയ്ത് അത് എന്ത് വസ്ത്രം ധരിച്ചു, എന്ത് പാട്ട് കണ്ടു നമ്മൾ നോക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്ക്. നിങ്ങളുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പല കാര്യങ്ങൾ അത് നോക്ക്. നിങ്ങൾ പെണ്ണുങ്ങളുടെ വസ്ത്രം നോക്കി നടക്കണം എന്ത് കാര്യത്തിനാണ്? ഞരമ്പ് രോഗം എന്ന് ഇതിനെ പറഞ്ഞത്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതേപോലെ സ്പോർട്സ് താരങ്ങളൊക്കെ ഷോർട്സ് ഇട്ടാണ് ഓടുന്നത്. അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഈ ഷോർട്സ് ഇട്ട് ഇപ്പോൾ ഒരു ട്രാക്കിലൊരു ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായി ഒത്തിരി താരങ്ങളുണ്ട്. അവരൊക്കെ അതിലൂടെ ഉയർന്ന് ജോബ് വാങ്ങിക്കുകയാണ്, ഗവൺമെൻറ് ജോബൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്കിൽ ഓടുമ്പോൾ പുരുഷന്മാരും ഒക്കെ കാണുന്നുണ്ട് എന്നും പറഞ്ഞ് ആ കാല് കണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു താരത്തെ പോയിട്ട് പിടിപ്പിക്കാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആ കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ കോച്ചിങ് കൊടുക്കുന്നത് ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ വസ്ത്രധാരണത്തിന് കുറ്റം പറയുന്ന ആൾക്കാർ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇന്ത്യയിലൊരു ഡോക്ടർ ഉണ്ടാകാൻ പറ്റില്ല, ഒരു ആൺ ഡോക്ടറിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അവർ ശരീരത്തിൻ്റെ ആണിൻ്റെയും പെണ്ണിൻ്റെയൊക്കെ പാർട്സ് കണ്ടിട്ടൊക്കെ അല്ലേ അവർ ഡോക്ടറാവുന്നത്. എന്നും പറഞ്ഞാൽ അവർ അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിലൊരു തെറ്റായ രീതിയിൽ അവർ കാണുന്നില്ല. അവരതിനെ ചൂഴ്ന്ന് നോക്കി തെറ്റായ രീതിയിൽ കാണുന്നില്ല. അവരവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അത് നോക്കുന്നത്. ഒരു ഗൈനക്കോളജിസ്റ്റ് ഇന്ത്യയിൽ പറ്റില്ല, ഒരു സ്പോർട്സ് താരം പറ്റില്ല, ഒരു നീന്തൽ താരം പറ്റില്ല. അപ്പോൾ ഇതൊക്കെ എന്ത് വിവരക്കേടുകളാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കുഴപ്പമുള്ള ആൾക്കാർ, ഒരു പ്രത്യേക വസ്ത്രം ധരിക്കുന്നുണ്ടോ, ശരീരത്തിൻ്റെ ഒരു പാർട്ട് കാണുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ തന്നെ നിങ്ങൾ ആ തോന്നലുകളുടെ പുറകെ പോകണ്ട, നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട. പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ പോയി കണ്ട് ഉപദേശം തേടുക. പെൺകുട്ടികളെ ബഹുമാനിക്കുക. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നടക്കട്ടെ. നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ നോക്കണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാ പാരൻസും സെക്സ് എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്കും കൊടുക്കണം, ആൺകുട്ടികൾക്കും കൊടുക്കണം. ആൺകുട്ടികൾക്കും കൊടുക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെൺകുട്ടികളെ ബഹുമാനിക്കണം എന്ന് ചെറുപ്പം തൊട്ടേ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. പെൺകുട്ടികളെ നമ്മൾ ബഹുമാനിക്കണം. അവരെന്ത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോട്ടെ. നമ്മളതിനെ വേറൊരു രീതിയിലെ കണ്ണൂടെ ഒന്നും കാണണ്ട. അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തൊരു കൂട്ടാണെങ്കിൽ നമ്മൾ അതിലേക്ക് പോകണ്ട, അത്രയേ ഉള്ളൂ. നമ്മൾ അവരെ ഉപദ്രവിക്കാനും ഒന്നിക്കണ്ട. പറ്റുമെങ്കിൽ അവർക്ക് കെയർ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രം ഒരു മകനെ കാമരോഗിയായിട്ടാണ് ഒരമ്മ വളർത്തേണ്ടത്. ഒരു വീട്ടിലൊരു കാമരോഗി ഉണ്ടെങ്കിൽ ഈ പുറത്ത് വസ്ത്രം നോക്കി ഇങ്ങനെ കണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച് ഇങ്ങനെ അവരെ തോണ്ടാനും ചിക്കാനും ഒക്കെ പറ്റാണ്ടാവും. അല്ലെങ്കിൽ തോണ്ടി ചിക്കി പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ ഈ സ്വന്തം അമ്മനോടും പെങ്ങളോടും ഇങ്ങനെ പെരുമാറുന്നത് എന്താ ഉറപ്പ്? ഇപ്പോൾ ഓരോ വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചൂല് വെച്ച് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുമ്പിടുമ്പോൾ ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ക്ലവേജൊക്കെ കാണുന്നവരുണ്ട്. അവർ പുറത്തിറങ്ങിയൊന്നും നടക്കുന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ അങ്ങനെ
അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഈ ആങ്ങളമാരും അപ്പന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവരുടെ ഇത് കാണുമ്പോൾ എന്താണ് അവരെ കയറി പിടിപ്പിക്കും. വേണമെന്ന് വിചാരിച്ചാൽ വേണം, വേണ്ടെന്ന് വിചാരിച്ചാൽ വേണ്ട. സഹോദരിമാരുടെ ഡ്രസ്സ് ഒന്ന് മാറി ഒന്ന് നിന്നെന്ന് ഓർത്ത് എന്താണ് അതിന് കുറ്റം പറയൂ, അല്ലെങ്കിൽ അങ്ങനെ കണ്ടെന്ന് ഓർത്ത് കയറി പിടിപ്പിക്കണമെന്നുണ്ടോ? അപ്പം ഇതേപോലെയുള്ള പോഴത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇനിയെങ്കിലും നിർത്ത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നോക്കുക. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് നടക്കട്ടെ, ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കട്ടെ. നിങ്ങൾ ഈ പറയുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, അതിലൊക്കെ നമുക്ക് ഇടപെടാം. അല്ലാണ്ട് ഒരു ജനല തുറന്നിട്ട് അയൽവക്കക്കാരൻ അവൻ എന്ത് വസ്ത്രം ധരിക്കുന്നു, അവൻ ഇങ്ങോട്ട് പോകുന്നു, അവൻ എന്ത് കഴിക്കുന്നു, അത് നോക്കി ഫ്രസ്ട്രേഷനും കുറുമ്പും ഒന്നും കുത്തേണ്ട കാര്യമില്ല, വൈരാഗ്യം ഒന്നും തോന്നേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ജീവിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തുള്ളവരോട് പറയാം. പുറത്തൊരാളോട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പറയാം. പുറത്തുള്ള ഒരാളോട് നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന രീതി നടക്കണം നിങ്ങൾക്ക് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. നിങ്ങളാണ് അവർക്ക് ചെലവിന് കൊടുക്കുന്നത്. പെണ്ണൊരാൾ കുറ്റം പറയണമെങ്കിൽ തന്നെ എത്ര ഈ കുറ്റം പറയുന്നത് എന്തിനാണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രായപൂർത്തിയ ഒരാളെ എന്നോട് നേരിട്ട് പറയാം, തെറ്റാണെങ്കിൽ തിരുത്തും. ഇത് എന്നോട് പറയാനായിട്ട് പേടിയാണ്. അതിൻ്റെ പ്രശ്നം തീർക്കാനായിട്ടാണ് ഈ കുറ്റം പറയുന്നത്. ഈ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ചെലവിന് തരുമോ? എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ വീട്ടുകാർക്കും കറണ്ട് ബില്ലടക്കാൻ, അവർ തരി മേടിച്ച് തരാൻ, ഇതൊന്നും ഇവർ ചെയ്യൂല. കുറ്റം പറഞ്ഞിട്ട് 100 നാവാൻ. ഈ കുറ്റം പറയാൻ വേണ്ടി തന്നെ മാത്രം ഇപ്പം എല്ലാ മനുഷ്യന്മാരും ഞാൻ ഉൾപ്പെടെ വർത്തമാനം പറയുന്ന കൂടുതൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു പോകും, സ്വാഭാവികവും. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ ജീൻസിൻ്റെ ഈ പ്രശ്നം കുറ്റം പറഞ്ഞ ആൾ അത് ഒന്നും ഇല്ലാത്തൊരു കാര്യം വേറെ തരത്തിൽ മോശകരമായിട്ട് പറഞ്ഞ് അത് എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് എന്നെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ് കേസ് കൊടുക്കേണ്ട കാര്യമാണത്. ഞാൻ പിന്നെ അത് ക്ഷമിച്ചതാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എന്നിട്ട് ഈ കുറ്റം പറഞ്ഞ ആളും അത് കേട്ട ആളും എന്നെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ വീട്ടിലുള്ളവർ ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി. ജീൻസും ടോപ്പും ഇട്ട് നടക്കും. നല്ല സ്കിന്നി ജീൻസും നല്ല ഇത്രയുള്ള ടോപ്പും ഒക്കെ ഇട്ട് നല്ല ടൈറ്റായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് അതും ഒരു കുഴപ്പമില്ല. അപ്പം അതെന്താണ്? അപ്പം അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ഫാമിലി തന്നെ ചിലർ ലിപ്സ്റ്റിക് ഒന്നും അടിക്കണ്ട, അത് ആഡംബരത്തിൻ്റെ അങ്ങേറ്റത്തെ എന്തൊക്കെയോ ഇങ്ങനെ ആഡംബരത്തിൻ്റെ ഒരു വലിയൊരു ഇതാണ്, ലിപ്സ്റ്റിക് ഒന്നും അടിക്കണ്ട, ജീൻസും ടോപ്പും ഇടണ്ട, കുറേ റെസ്ട്രിക്ഷൻസ് എൻ്റെ റിലേഷനിൽ പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബോൾഡായതുകൊണ്ട് അവരാ പറഞ്ഞൊന്നും കേട്ടില്ല. കാരണം എനിക്കറിയാം പ്രായപൂർത്തിയായി കഴിഞ്ഞെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവർക്ക് താല്പര്യമെങ്കിൽ അവരെന്നെ നോക്കണ്ട, അത്രേ ഉള്ളൂ. എന്നിട്ട് ഈ കുറ്റം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുടെ വീടുകളിൽ ഭാവിയിൽ അവർ ചെയ്യും. അവരുടെ വീട്ടിൽ മക്കളൊക്കെ പ്രായമാകുമ്പോഴോ മരുമക്കളൊക്കെ വരുമ്പോൾ ലിപ്സ്റ്റിക് അടിക്കുകയും ജീൻസ് ഇടുകയും ടോപ്പ് ഇടുകയും എന്നോട് എന്ത് വേണ്ട അല്ലെങ്കിൽ എന്നെ എന്ത് കുറ്റം പറഞ്ഞതൊക്കെ അവരുടെ വീട്ടിലുള്ള ആൾക്കാർ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താണ്? അപ്പം ഞാനെന്ന് അവർ പറയുന്ന പോലെ കേട്ടുവെച്ചെങ്കിൽ ഇന്ന് ഭാവിയിൽ അവരുടെ വീട്ടിൽ സ്ത്രീകൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ശശിയായ, അപ്പം ഞാൻ വെറും പൊട്ടിയായ. ഞാൻ ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ സദാചാരക്കാരും പാരമ്പര്യവാദികളും നോക്കണ്ട. അതൊക്കെ മണ്ടത്തരമാണ്. നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക. മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാണ്ടിരുന്നാൽ മതി. അത് പിന്നീട് ചിലപ്പോൾ നമുക്ക് തന്നെ ദോഷമായിട്ട് വന്നെന്ന് വരാം. അതുകൊണ്ടും കൂടി ഞാൻ പറയണേ, മറ്റുള്ളവന് ദോഷകരമായ ഒരു കാര്യം ചെയ്യരുത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാം, ലൈഫ് എൻജോയ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, നമുക്കിഷ്ടമുള്ള കോഴ്സ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് നടക്കാം, ഇഷ്ടമുള്ള യാത്രകൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളൊക്കെ ഒരു സിനിമ പോലും കാണാൻ പറ്റില്ലല്ലോ. ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു നടി, ഐശ്വര്യ ആയിക്കോട്ടെ, ഒരു നടി ആയിക്കോട്ടെ, ഒരു ഗ്ലാമറസ് ആയിട്ട് ഒരു വസ്ത്രം ധരിച്ച് അപ്പോൾ അതിനെ എൻ്റെ മകൻ കാമത്തിൻ്റെ കണ്ണോടെ നോക്കിയിരുന്ന് പോവുമെങ്കിൽ പിന്നെ അത് മാത്രമേ നോക്കുകയുള്ളെങ്കിൽ ഒരു സിനിമക്കോലൊരു മാന അല്ലെങ്കിൽ ഒരു ആങ്ങളേന ഒരു ഭർത്താവിനൊന്നും വിടാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിൻ്റെ ഹാങ് ഓവറിൽ ഇനി പുറത്തുനിന്ന് ആരും കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് വീട്ടിലുള്ളവരൊക്കെ ഒരു പിടിക്കും ഇവർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫൂളിഷ്നെസ്, മണ്ടത്തരങ്ങൾ, ഇതൊക്കെ നിങ്ങൾ മാറ്റുക. നോർമലായിട്ട് കാര്യങ്ങളെ കാണുക. നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മുടേതായിട്ടുള്ള ജീവിതം മനോഹരമാക്കാം, നമ്മുടേതായിട്ടുള്ള ജീവിത പ്രാരാബ്ദങ്ങൾ മാറ്റാം. നമ്മൾ മറ്റുള്ളവനെ അവൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താ പറയണ്ട, അവനെന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മളതിന് സോൾവ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് അവനെന്ത് കിടക്കുന്നു അല്ലെങ്കിൽ അവനെന്ത് വസ്ത്രം ധരിക്കുന്നു, അവനെന്ത് നോക്കുന്നു എന്നുള്ളത് നമ്മൾ ജനല തുറന്ന് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ നോക്കാതിരിക്കാം. അത്രയും ചെയ്താൽ മതി. നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ കുടുംബത്തെ കാര്യം നോക്കുക. അന്യൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല അനാവശ്യമായിട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, അവർ ഒരു ബീച്ചിലൊക്കെ പോയി സ്വിം സ്യൂട്ട് ഇട്ടാണ്. ഇപ്പോൾ ഇവിടെയും അതെ, കോവളം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്വിം സ്യൂട്ട് ഇട്ടൊക്കെ ആൾക്കാർ ഇരിക്കുന്നതാണ്.
അവിടെയും പുരുഷന്മാരുള്ളതല്ലേ, അവരൊക്കെ ആ സ്വിം സ്യൂട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ സ്ത്രീകളെയൊന്നും കാമക്കണ്ണോടൊന്നും കാണുന്നില്ല. ഇവിടെ ചിലരെന്താണ് അങ്ങനെ കാണുന്നത്? എന്താണ് നമ്മുടെ ലോക ജനതയിൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ രണ്ടു വർഗ്ഗേ ഉള്ളൂ, ഒന്ന് ആണും ഒന്ന് പെണ്ണും. പിന്നെ ചിലരുടെ ആ ഒരു രാജ്യത്തിൻ്റെ ആ ഒരു വംശവും ആ ഒരു ക്ലൈമറ്റും കൊണ്ടിട്ടാണ് ചിലർ വെളുത്ത്, ചിലർ കറുത്ത്, ചിലർ മിക്സ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കളർ. അത്രയേ ഉള്ളൂ വ്യത്യാസം, ആണും പെണ്ണും എന്ന് മാത്രമേ ഉള്ളൂ. വിദേശങ്ങളിലൊക്കെ എന്തുകൊണ്ട് വസ്ത്രദാനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നില്ല? ഞാനങ്ങനെ കേട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ എല്ലാവരും പോയി പീഡിപ്പിക്കാറോ ഒന്നുമില്ല. അവരെത്ര മോഡേണായിട്ടാണ് വസ്ത്രധാരണം ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടിട്ട് മാത്രം അത് പറയുന്നു? ഇവിടുത്തെ പുരുഷന്മാരുടെ മനോവൈകല്യം കൊണ്ടിട്ട്, ഞരമ്പ് രോഗം കണ്ടിട്ട്. ഇതൊരു അസുഖമാണ്. അത് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ ചികിത്സിക്കണം, അത്രയേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിലുള്ള ആണുങ്ങളെ പോലെ തന്നെയുള്ളൂ ഇവിടുത്തെ ആണുങ്ങളും. അവർക്കുള്ളത് തന്നെയാണ് ഇവർക്കുള്ളത്. കളറും മറ്റു വംശവും മാത്രമേ വ്യത്യാസമുള്ളൂ, വർഗമാണ് തന്നെയാണ്. അവരെ പോലെ തന്നെ ഇവിടുത്തെ ആണുങ്ങളും ചിന്തിക്കുക. കുറച്ച് അഡ്വാൻസ് ആയിട്ട് ലോകം മുമ്പോട്ടാണ് പോകുന്നത്. പുരോഗമനത്തോടു കൂടി മാന്യമായ രീതിയിൽ ചിന്തിക്കുന്ന രീതി തെറ്റാവുന്നതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഞാൻ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു വസ്ത്രമായിട്ടല്ല ആ ജീൻസും ടോപ്പ് ഇട്ടത്. എൻ്റെ കംഫർട്ടബിളിന് വേണ്ടിയിട്ടും എനിക്കത് ഇഷ്ടമായത് കൊണ്ടിട്ടും ഒക്കെയാണ് ഞാൻ ആ ഡ്രസ്സ് ഇട്ടത്. മനസ്സിലായോ? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയണതേ ഈ വക വൃത്തികേടുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയൽവക്കക്കാരൻ്റെ ഒളിഞ്ഞ് നോക്കി ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് ഈ സംസ്കാരം ഇല്ലാണ്ടാവണത്. മാന്യമായ രീതി സംസാരിക്കുക, മാന്യമായ രീതി പ്രവർത്തിക്കുക, മറ്റുള്ളവനൊരു ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക, ഭരണാധികാരികളെ ബഹുമാനിക്കുക, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റുള്ളവനെ ഡിഫെയിം ചെയ്തും കുറ്റം പറഞ്ഞും അവനെ മോശം പറഞ്ഞും അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചും അപവാദം പറഞ്ഞു വരുത്തിയും അവൻ്റെ വീട്ടിലേക്ക് കുളിഞ്ഞു നോക്കിയും വസ്ത്രധാരണത്തിൽ ചൂഴ്ന്നു നോക്കി മോശം പറയലും ഇതൊക്കെയാണ് സംസ്കാര വിരുദ്ധം എന്ന് പറയുന്നത്. മനസ്സിലായ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കരുത് ആരും. അതേപോലെ ഡ്രസ്സിങ്ങിന് കുറ്റം പറയുന്ന ആൾക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള മോഡൽസ് ആയിക്കോട്ടെ, ഫിലിം സ്റ്റാർസ് ആയിക്കോട്ടെ, നീന്തൽ താരങ്ങളായിക്കോട്ടെ, കായിക താരങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ മോശമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഐശ്വര്യ റായ് തന്നെ, അവർ സ്വിം സ്യൂട്ട് ഇട്ടിട്ടാണ് അവർ ഈ വേദിയിലൊക്കെ വന്നതും അവർ മിസ് വേൾഡ് ആയതും ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഉയരങ്ങളിൽ എത്തിയതും ഇന്ന് ലോകം മുഴുവനും ലോകരാജ്യങ്ങൾ മുഴുവനും അറിയപ്പെടുന്നതും. ശരിക്കും ഇന്ത്യയുടെ അഭിമാനമാണ് അവരൊക്കെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ അവർ പുറം രാജ്യത്തൊക്കെ ചെന്നിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ അവർ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് അങ്ങനെ പോയി ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്? അവർക്കല്ലേ കിട്ടിയത്. അത് അവർ അറിയപ്പെടുന്ന മോഡൽ ഫിലിം സ്റ്റാർ ആയതുകൊണ്ടല്ലേ അവർക്ക് അങ്ങനെ പോകാൻ പറ്റിയത്. അപ്പോൾ അവരൊക്കെ മോശമാണെന്നാണ് പറയുന്നത്. എത്രയോ പേര് ബഹുമാനിക്കുന്നുണ്ട് ഐശ്വര്യ റായിയെ ലോകരാജ്യങ്ങളെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ മെസ്സേജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.